ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. എറണാകുളത്തേക്ക് പോയാൽ എറണാകുളത്ത് പൂത്തോട്ടയിൽ വഴിവെക്കിലൂടെ നടന്നുപോയ വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് തെറിപ്പിച്ചു. അപ്പോൾ രക്ഷകയായിട്ട് ഒരാളെത്തി. ഒരു യുവതിയുടെ ആ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപകട സമയത്ത് സ്ഥലത്തെത്തിയ ബസ്സിലെ യാത്രക്കാരി ഏറ്റുമാനൂർ സ്വദേശി വിസ്മയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തത്. ലാബ് ടെക്നീഷ്യൻ കൂടിയായ വിസ്മയ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയാണ് ആശുപത്രിയിലാക്കിയത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ലിബി സജീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ, അതിൽ നൃത്തം ചെയ്ത് ആഘോഷിക്കാൻ ഏറ്റുമാനൂരിൽ നിന്ന് പുറപ്പെട്ടതാണ് ലാബ് ടെക്നീഷ്യൻ കൂടിയായ വിസ്മയ. വിസ്മയ, അന്ന് എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഞാൻ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂരാണ് എൻ്റെ സ്ഥലം. അവിടെ നിന്ന് ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറ ഒരു വിവാഹത്തിന് ഇതാവാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വരണ വഴിക്കാണ് പൂത്തോട്ടെ വെച്ചിട്ട് നമ്മൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു 6 പേരോളം അപകടം പറ്റിയൊരു ഇതായിരുന്നു. അപ്പം ഞങ്ങൾ പുറകെ വന്ന ബസ്സിലെ പാസഞ്ചർ ആയിരുന്നു ഞാൻ. അപ്പം ഞാൻ റൈറ്റ് സൈഡിൽ ഇരുന്നത് കൊണ്ട് തന്നെ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി ധാരണയില്ല. പക്ഷെ ആ സമയത്ത് റോഡിൽ റഷ് ഭയങ്കര കുറവായിരുന്നു. ഒരു 1:40 ആ ഒരു സമയമായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 1:45 സമയമാണ്. അപ്പോൾ ആ ടൈമിൽ നോക്കിയപ്പം ആരും തന്നെ ലൈക്ക് ഇറങ്ങുന്നില്ല, രക്ഷിക്കാൻ എന്താ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഇതില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ ആക്റ്റീവയിൽ ട്രാവൽ ചെയ്തിരുന്ന കപ്പിളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവരപ്പം തൊട്ടടുത്ത് തന്നെ ഒരു PHC ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ടേക്ക് കയറി. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ച വിഹാൻ എന്ന് പറഞ്ഞ കുട്ടി കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ട് മാറി കിടക്കായിരുന്നു. അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ഫിക്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ചെന്നപ്പോൾ കുട്ടി ഐസൊലേറ്റഡ് ആയിട്ട് മാറി കിടക്കണോണ്ട് തന്നെ വേഗം ചെന്നു. കുട്ടിയെ വിളിച്ചെണീപ്പിക്കാൻ നോക്കിയപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ണ് അടച്ചു. അപ്പോൾ കുട്ടി നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഞാൻ ആ സമയത്ത് എൻ്റെ ഡെസിഗ്നേഷൻ ലാബ് ടെക്നോളജിസ്റ്റ് ആണെങ്കിലും കുട്ടിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേഴ്സ് എന്നാണ് പറഞ്ഞത്. അധികം പ്രായമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ നേഴ്സാണ്, മോൻ പേടിക്കണ്ട, മോൻ പെട്ടെന്ന് തല ചുറ്റി വീണതാന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് ചോര വർന്ന് നല്ലോണം ബ്ലീഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഈ കുട്ടിയുടെ തലയെടുത്ത് എൻ്റെ കയ്യിൽ വെച്ചപ്പോഴത്തേക്കും തന്നെ നല്ലോണം കുട്ടിയെ ബ്ലീഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ തലയുടെ പുറകുവശത്ത് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു, സാരമായ ഇഞ്ചുറി ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് ആംബുലൻസ് ഒക്കെ വരുന്ന സമയത്തേക്ക് ഒത്തിരി സമയം പോകും, കാരണം നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബസ്സുകാരും സപ്പോർട്ട് ചെയ്തു, ബസ്സുകാർ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ കണ്ടക്ടർ തന്നെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ വന്ന വണ്ടിക്ക് തന്നെ കുട്ടിയെ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഭാഗ്യത്തിന് ബസ്സിലൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. 2 കുട്ടികളും കൂടെ സഹായിച്ചിരുന്നു. ലൈക്ക് ലോ കോളേജിലെ ഒരു കുട്ടി, നിതിൻ എന്ന് പറഞ്ഞ കുട്ടിയും പിന്നെ അഭിനവ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തു. ചേച്ചി നമുക്ക് എങ്ങനെയായാലും കൊണ്ടുപോകാം എന്നുള്ള ഇതിൽ നമ്മൾ വന്ന ബസ്സിൽ തന്നെയാണ് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ സ്വകാര്യ ബസ്സിന്റെ മത്സര ഓട്ടമൊക്കെ കുറ്റം പറഞ്ഞ് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്യുന്നുണ്ട്. അതിനിടയിലും ആ ഒരു നല്ല കാര്യം ഓർത്ത് പറയുകയാണ്. ആ ബസ്സിൽ ഒരിടത്തും നിർത്താതെ പൂത്തോട്ടയിൽ നിന്ന് ആ ബസ് നേരെ, യാത്രക്കാരെല്ലാവരും സഹകരിച്ചു, ബസ് നേരെ ആശുപത്രിയിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ കുട്ടികളെ എത്തിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ബാങ്കിൽ ഇതുപോലെ പേഷ്യൻസ് വരുമ്പം ഇതുപോലെ തലചുറ്റലും ഫിക്സും ഒക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ ഓൾറെഡി പഠിക്കുമ്പോഴും അത് പഠിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്തു. കാരണം ആ സമയത്ത് എങ്ങനെയെങ്കിലും വിഹാനെ രക്ഷിക്കണം എന്നുള്ളത് മാത്രമേ എൻ്റെ മൈൻഡിൽ അപ്പോൾ പോയുള്ളൂ. വിസ്മയ ഇറങ്ങിയതോടുകൂടി ബാക്കിയുള്ളവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടുകയും കൂടിയായിരുന്നു. ഒരുപാട് പേർക്ക് മാതൃകയാണ് തീർച്ചയായും വിസ്മയ. എനിക്ക് തോന്നുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ എനിക്കൊരു വൈകാരികത കൂടിയുണ്ട്. കാരണം ആ ചോര വാർന്ന് വഴിവെക്കിൽ കിടന്നിരുന്ന കുട്ടി എൻ്റെ സഹോദരി പുത്രൻ വിഹാനായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ലിബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. തീർച്ചയായിട്ടും ഇത് വിസ്മയുടെ കഥ മാത്രമല്ല, വിസ്മയെ പോലെ ആയി തീരണം നമ്മളിൽ പലരും. റോഡിൽ ഒരുപക്ഷെ നമ്മൾ ധൃതിയിൽ പോകുന്നുണ്ടാവും, നമുക്കൊരു കല്യാണം കൂടാനുണ്ടാവും, നമുക്ക് ചിലപ്പോൾ ഒരു അഭിമുഖം ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരിടത്ത് നമുക്ക് പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന പോക്കായിരിക്കും. പക്ഷേ വഴിയിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടന്നാൽ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിക്കാനുള്ള മിനിമം ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് മാനുഷികത. അത് വിസ്മയെ കാട്ടി. വിസ്മയ ആ അർത്ഥത്തിൽ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. നമ്മളെല്ലാം വിസ്മയെ കണ്ടു തന്നെ പഠിക്കണം. നിങ്ങൾ ലാബ് ടെക്നീഷ്യനൊന്നും പാസ്സാവണമെന്നില്ല. വഴിയിലിരിക്കുന്ന ഒരു കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവൻ്റെ മുറിവിൽ നിന്ന് രക്തം വാരുന്നുണ്ടെങ്കിൽ അതവിടെ ഒന്ന് വൃത്തിയാക്കി എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം നമ്മൾ നടത്തണം. പലപ്പോഴും അങ്ങനെയല്ല. 20 മിനിറ്റോളം ഒരു കുട്ടി കോഴിക്കോട് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് രക്തം വാർന്ന് കിടക്കുന്നത് നമ്മൾ കണ്ടു. പലപ്പോഴും ആ സമയം ഗോൾഡൻ അവേഴ്സാണ്. ആ ദിവസങ്ങൾ, ആ നിമിഷങ്ങളാണ് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ കുട്ടിയെ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ പിടിക്കാനുള്ള അവസരം. അത് നഷ്ടപ്പെടുത്തരുത് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. വിസ്മയുടെ കാര്യത്തിൽ നമുക്ക് ഈ വാർത്ത ഒരു മാതൃകയാണ്, ഒരു ഇൻസ്പിറേഷനാണ്.